നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന്റെ വേളയാണ് ഇത്. ഇപ്പോൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം സ്വരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം മാധ്യമങ്ങളെ കണ്ട് ജനാധിപത്യം ശക്തിപ്പെടുന്ന ഒരു വിധിയെഴുത്ത് ഇവിടെ ഉണ്ടാകും, നിലമ്പൂരിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇനി അല്പസമയത്തിനകം തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി PV അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ചന്തക്കുന്ന് സ്റ്റാൻഡിൽ നിന്നാണ് പ്രകടനവുമായി PV അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് വേണ്ടി എത്തുക. ഹാഷ്മി താജ് ഇബ്രാഹിം നമ്മോടൊപ്പം ചേരുന്നുണ്ട് അൻവറിന്റെ അനുയായികൾക്കൊപ്പം. ഹാഷ്മി, അവിടെ PV അൻവറിന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് വേണ്ടിയുള്ള പ്രകടനത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ആയിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? ഉറപ്പായും ഗോപേഷ്, വലിയ പ്രകടനമായി അങ്ങോട്ടേക്ക് പോകാനാണ് TMC തൃണമൂൽ കോൺഗ്രസിന്റെ ആലോചന. അതിനുവേണ്ടി നേരത്തെ തന്നെ ഇങ്ങോട്ടേക്ക് TMC പ്രവർത്തകർക്ക് ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. ഇവിടെ അൻവറിന് പോകാൻ ജീപ്പൊക്കെ ഇവിടെ തയ്യാറായിരിക്കുന്നു. PV അൻവർ അല്പസമയത്തിനും ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും എന്നാണ് ഗോപേഷ് മനസ്സിലാക്കുന്നത്. ഉറപ്പായും ഇവിടെ വലിയ മത്സരത്തിലാണ് തൃണമൂൽ കോൺഗ്രസും PV അൻവറൊക്കെ ഇവിടെ വലിയ മത്സരത്തിന് തയ്യാറെടുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. TMCയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇങ്ങോട്ടേക്കൊക്കെ അല്പസമയത്തിലൊക്കെ എത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. പിണറായിസം തൊലയട്ടെ എന്നതാണ് ഇവരൊക്കെ ഇട്ടിരിക്കുന്ന അതായത് ഈ ടീഷർട്ട്. ഇതാണ് അത് ഒരുപക്ഷെ പിണറായിസം എന്ന വിഷയത്തിലാണ് PV അൻവർ അവിടെ നിന്ന് എന്താണ് രാജിവെച്ച് MLA സ്ഥാനം രാജിവെച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന ഉപതെരഞ്ഞെടുപ്പിന് കാരണമായ മുദ്രാവാക്യം. ആ മുദ്രാവാക്യം പിന്നീട് സതീശിനെതിരെയൊക്കെ തിരിഞ്ഞെങ്കിലും അല്ലെങ്കിൽ പിണറായിസിനും സതീശിനും എതിരെയാണ് തന്നെ പോരാട്ടം എന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ടെങ്കിലും അതിന്റെ ആദ്യ മുദ്രാവാക്യത്തിന്റെ ത്രെഡ് ഇതായിരുന്നു. അതുകൊണ്ടാണ് പക്ഷേ ആ ടീഷർട്ട്. അല്പസമയത്തിന് PV അൻവർ ഇങ്ങോട്ടേക്ക് എത്താൻ പോകുന്നുണ്ട്. PV അൻവർ പറയുന്നത് പോലെ സാധാരണഗതിയിൽ പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളുകൾ സാധാരണഗതിയിൽ സ്ഥാനാർത്ഥിക്കൊപ്പം പോകുന്നുവെങ്കിൽ ഇതിപ്പോൾ ഒരു കർഷകൻ, ഒരു മത്സ്യത്തൊഴിലാളി, ഒരു ഓട്ടോ തൊഴിലാളി, അങ്ങനെ 3 പേരെ ചേർത്തുകൊണ്ടാണ് താൻ പോകുന്നത്. താൻ നിൽക്കുന്നത് ഈ അടിസ്ഥാന വർഗത്തിനൊപ്പമാണ് എന്നുള്ളതാണ് അൻവർ ഈ നാമനിർദ്ദേശ പത്രികാ വേളയിലും എന്താണ് പ്രകടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് പ്രതീക്ഷ? എന്താണ്? വളരെ വലിയ പ്രതീക്ഷയാണുള്ളത്. ബാക്കിയുള്ള സ്ഥാനാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തനായിട്ട് തന്നെയാണ് ഈ നാടിന്റെ എല്ലാ സ്പന്ദനങ്ങളും കൃത്യമായിട്ട് അറിയുന്ന സാധാരണക്കാരുടെ നേതാവായി മാത്രമാണ് യഥാർത്ഥ PV അൻവറിനെ ഇതിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ സുനിശ്ചിതമായ വിജയം മാത്രമാണ് TMCക്ക് അവകാശപ്പെടാനുള്ളത്. ജയിക്കോ അൻവർ? ജയിക്കോ? 100% ജയിക്കാൻ മാത്രമാണ് സാധ്യതയുള്ളൂ. പ്രതീക്ഷ എന്താ? പിന്നെ പ്രതീക്ഷയില്ലാതെ അൻവർക്ക് തിരിച്ചു കൊണ്ടുവരണം. നമുക്ക് ജയിക്കോ? തീർച്ചയായിട്ടും ജയിക്കും. പ്രസിദ്ധ ചാലക്കുടി അടക്കം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അൻവർ അല്പസമയത്തിനും എന്താ പ്രതീക്ഷ? തീർത്തും തൊടുപുഴ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് രമേശ് മുണ്ടക്കാടൻ TMCയുടെ അദ്ദേഹം ഈ വൻ ഭൂരിപക്ഷത്തോടുകൂടി ഇവിടെ തെരഞ്ഞെടുക്കണം. വലിയ ഭൂരിപക്ഷത്തോടെ PV അൻവർ ജയിക്കുമെന്നാണ് ഇവരുടെയൊക്കെ പ്രതീക്ഷ. അപ്പൊ ജയിക്കും. ഇപ്പൊ പരമാവധി വോട്ട് ഇവിടെ അൻവർ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായി അപ്രസക്തനല്ല എന്നിവിടെ അൻവറിന് തെളിയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ട് സമാഹരിക്കുക എന്നത് തന്നെയാണ് അൻവറിന്റെ ലക്ഷ്യം. അതിനുവേണ്ടി ഏത് എക്സ്റ്റനിലും ഏത് അളവിലും പോവുക എന്നുള്ളതാണ് അൻവർ ലക്ഷ്യം വെക്കുന്നത്. വരും ദിവസങ്ങളൊക്കെ അൻവറിന്റെ വലിയ പ്രചരണം ഉണ്ടാകും. നേരത്തെ പറഞ്ഞതുപോലെ ഗോപികൃഷ്ണൻ ഇടത് വലത് ക്യാമ്പുകളിൽ നിന്ന് പരമാവധി വോട്ട് സമാഹരിക്കുക എന്നതാണ് അൻവറിന്റെ സ്ട്രാറ്റജി. അതിന് തനിക്കറിയാവുന്ന ഇൻസൈഡറായി നിൽക്കുമ്പോൾ തനിക്കറിയാവുന്ന പല കാര്യങ്ങൾ തുറന്നു പറയുക. അത് LDFനെതിരെ, അതേസമയം UDFനെതിരെയും ആര്യാടൻ ഷൗക്കത്തും ആര്യാടൻ മുഹമ്മദും മുസ്ലിം ലീഗും ഒക്കെ പണ്ടുകാലം നിലനിന്നിരുന്ന വൈരമൊക്കെ പുറത്തേക്ക് പറഞ്ഞുകൊണ്ട് വീണ്ടും അത് സജീവ ചർച്ചയായിക്കൊണ്ട് അതിനുള്ള റിഫ്റ്റ് ഉണ്ടാക്കി ആ റിഫ്റ്റ് വഴി തനിക്ക് വോട്ട് ഏതെങ്കിലും തരത്തിൽ നേടാൻ കഴിയുമോ എന്നുള്ളതാണ് PV അൻവറിന്റെ ആലോചന. എന്തായാലും ഇവിടെ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ കുറെ അധികം TMC പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. പാട്ടൊക്കെയായി വലിയ ആഘോഷമായി അവരോട് നിൽക്കുകയാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ അൻവർ എത്തുന്നത് വെയിറ്റ് ചെയ്താണ് അവരോട് നിൽക്കുന്നത്. അൻവർ അല്പസമയത്തിന് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. അൻവർ മണ്ഡലത്തിലെ ജനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ കാണുന്ന നിലമ്പൂർ മണ്ഡലത്തിലെ ജനങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു മനസ്സല്ല. ഞങ്ങൾക്ക് കേരളത്തിലെ ഏറ്റവും നേരുന്നൊരു നട്ടലിൽ ഒരേ ഒരു നേതാവുള്ളൂ, അത് അൻവർ വി. അതേമാതിരി മലയോര കർഷകരെ എന്ത് പറഞ്ഞാൽ അപ്പ പാഞ്ഞു വരുന്ന ഒരേ ഒരു നേതാവ് PV അൻവർ മാത്രം. ഞങ്ങളെ നേതാവ് സിന്ദാബാദ് മാത്രമേ ഉള്ളൂ. ഹാഷ്മി നിലമ്പൂർ മാത്രമേ ഉള്ളൂ. നിലമ്പൂർ മണ്ഡലം മാത്രമേ ഉള്ളൂ. സെക്രട്ടറിയാണ് എടക്കര സെക്രട്ടറിയാണ്. അപ്പൊ ഇവിടെ പറയുന്നത് ഇവിടെ വന്നിരിക്കുന്ന നിലമ്പൂർ മണ്ഡലത്തിലുള്ള പ്രവർത്തകർ മാത്രമേ വന്നിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. പുറത്തുനിന്ന് ആരും വന്നിട്ടില്ല. അപ്പൊ ഇത് ശക്തിയാണ്, അല്ലെങ്കിൽ ഇത് ശക്തികളിലേക്കുള്ള ഒരു വഴിയാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പോ ഇവിടെ PV അൻവറിന്റെ പിന്തുണയുമായി ആം ആദ്മി പാർട്ടി പ്രവർത്തകരും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ പരമാവധി ചെറിയ കക്ഷികളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പരമാവധി വോട്ടുകൾ സമാഹരിക്കാം എന്നുള്ളതാണ് PV അൻവറിന്റെ ലക്ഷ്യം. അൻവർ നൗദായിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. മാത്രമല്ല അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം ആദ്യം പോകാൻ പോകുന്നത് BV പ്രകാശിന്റെ വീട്ടിലേക്കാണ്. നമുക്കറിയാം അവർ തമ്മിലുള്ള തർക്കമൊക്കെ നമുക്കറിയാം. ഇവിടെ ആര്യാടൻ ഷൗക്കത്തെ സ്ഥാനാർത്ഥം ഉറപ്പിച്ചപ്പോൾ പ്രകാശിന്റെ മകളിട്ട ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ നമുക്കറിയാം. അപ്പൊ നേരെ അങ്ങോട്ടേക്ക് പോവുക വഴി അവിടെയും ഏതെങ്കിലും തരത്തിൽ പാർട്ടികൾക്കുള്ളിൽ നിലനിൽക്കുന്ന അസ്വസ്ഥതകളെ പരമാവധിയാക്കുക, ആ അസ്വസ്ഥതകളിൽ നിന്നും വോട്ട് സമാഹരിക്കാൻ ശ്രമിക്കുക എന്ന സ്ട്രാറ്റജിയാണ് PV അൻവർ നോക്കുന്നത്. ഇങ്ങോട്ടേക്ക് ഈ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിലേക്ക് ഇപ്പോഴും
ഇപ്പോഴും കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഗോപികൃഷ്ണൻ, നമുക്കറിയാം 9 വർഷം ഇവിടുത്തെ ജനപ്രതിനിധിയായിരുന്ന ആളാണ് പി വി അൻവർ. സ്വാഭാവികമായും പി വി അൻവറിന് ഇവിടെ ഒരു സ്വാധീനമുണ്ട്. പി വി അൻവറിനെ കേൾക്കുന്ന അല്ലെങ്കിൽ പി വി അൻവറിന് നേർക്കുനേർ ബന്ധമുള്ള കുറേയധികം 9 വർഷം ഒരു മണ്ഡലത്തിന്റെ MLA ആയിരിക്കുന്ന ചെറിയ കാര്യമല്ല. ഈ പറഞ്ഞ ഒരുപാട് കല്യാണ പരിപാടികൾക്കും ഈ പറയുന്ന പൊതുപരിപാടികൾക്കും ഉദ്ഘാടനങ്ങൾക്കൊക്കെ ഒരുപാടായി പോകുന്ന ഒരു MLA സ്വാഭാവികമായും. അപ്പോൾ ആ MLAക്ക് പിന്തുണയുള്ള ആളുകൾ, MLA പറഞ്ഞാൽ കേൾക്കുന്നവർ, MLAക്ക് സ്വാധീനമുള്ള ആളുകൾ പാർട്ടി ഭേദമന്യേ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ അവരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുമെന്നാണ്, അതൊക്കെ വോട്ടായി മാറുമെന്നുള്ള അൻവറിന്റെ പ്രതീക്ഷ. എന്തായാലും നിലമ്പൂർ ബൈ ഇലക്ഷൻ കേവലം ഒരു കേക്ക് വാക്കായി അല്ലെങ്കിൽ ഒരു വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ അവസാനിച്ചു പോകുമായിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഇത്രത്തോളം സജീവ ചർച്ചയാകാൻ, ഇത്രത്തോളം ടൈറ്റ് ആകാനുള്ള കാരണങ്ങളിൽ ഒന്ന് സ്വരാജിന്റെ സ്ഥാനാർത്ഥമാണെങ്കിൽ ഒരുപക്ഷെ അതിനേക്കാൾ പ്രധാനം പി വി അൻവർ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു എന്നത് തന്നെയാണ്. ഇത് കേവലം LDF UDF നേർക്കുനേർ പോലല്ലാതാവുന്നതും ഇവിടെ കാര്യങ്ങളെ അപ്രവചനീയമാക്കുന്നതും പി വി അൻവർ സ്ഥാനത്ത് തന്നെയാണ്. അല്പസമയത്തിനും അൻവർ ഇങ്ങോട്ടേക്ക് എത്താൻ പോകുന്നു. ഗോപികൃഷ്ണൻ, പി വി അൻവർ അല്പസമയത്തിനകം എത്താൻ പോകുന്നു ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ. അവിടെ നിന്നാണ് പ്രകടനമായി നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് വേണ്ടി പി വി അൻവർ എത്തുക. 3 പേരാണ് 3 വിഭാഗങ്ങളെ പ്രതിനിധീകരിച്ച് തന്നോടൊപ്പം തന്നെ അനുഗമിക്കുക എന്നാണ് പി വി അൻവർ പറഞ്ഞത്. ഒന്ന് മലയോര മേഖലയിലുള്ളവരെ, മലയോര കർഷകരെ പ്രതിനിധീകരിച്ച ഒരു മലയോര കർഷകൻ, അതിന് പുറമെ ചെറുകിട കച്ചവടക്കാരിൽ അവരെ പ്രതിനിധീകരിച്ച ഒരാൾ, അതുപോലെ ഓട്ടോറിക്ഷ തൊഴിലാളികളെ പ്രതിനിധീകരിച്ച് ഒരാൾ. അങ്ങനെ 3 പേരായിരിക്കും തന്നോടൊപ്പം ഉണ്ടാവുക. സാധാരണക്കാരുടെ പ്രശ്നമാണ് താൻ ഈ തിരഞ്ഞെടുപ്പിൽ ഉന്നയിക്കാൻ പോകുന്നത് എന്ന സൂചനയും പി വി അൻവർ നൽകിയിരുന്നു. അല്പസമയത്തിനകം ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ കൂടിയിരിക്കുന്ന തൃണമൂൽ പ്രവർത്തകരുടെ അകമ്പടിയോടെയായിരിക്കും പി വി അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായി താലൂക്ക് ഓഫീസിലേക്ക് പോവുക. അല്പസമയത്തിനകം ഈ പ്രകടനം ഇവിടെ നിന്ന് തുടങ്ങും എന്നതാണ് ഹാഷ്മി താജ് ഇബ്രാഹിം റിപ്പോർട്ട് ചെയ്യുന്നത്.